ഒറ്റ മാസം കൊണ്ട് കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഈ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുട്ടി ഓടി വന്നിട്ട് ഇൻഡോ എന്ന് പറയുന്നത് ഞാൻ കുട്ടീനെ ഇൻഡോ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഒരു പ്രകാശകിരണം തന്നെ ആയിട്ട് ഇത് ഫസ്റ്റ് തന്നെ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കൂട്ടുകാരായിട്ട് വിളിച്ചത് അവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ വിനയൻ. എൻ്റെ കൊച്ചുമോളെ ഞാൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ആക്കിയത്. പേര് നായ എന്നാണ്. 2 വയസ്സുണ്ടായിട്ടുള്ള നാടാണ്. കുട്ടി സംസാരിക്കില്ല, വാക്കുകളൊന്നും കൂട്ടി പറയും. വെറുതെ ശബ്ദങ്ങൾ മാത്രം ഉച്ചെടുക്കുന്നില്ലാണ്ട് വാക്കുകൾ കൂട്ടി പറയുന്ന സ്വഭാവമില്ല. അപ്പോൾ എൻ്റെ സ്വന്തക്കാരൊക്കെ പറഞ്ഞത് മൊബൈൽ കൊടുത്തിട്ടാണ് പിന്നെ സംസാരിക്കാത്തത് എന്നുള്ളൊരു പരാതി പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടുന്ന് വീഡിയോ അയച്ചു തരും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നുള്ളൊരു സംഭവം ചില വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ആ വീഡിയോ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അങ്ങനെ അവർ അത് കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ കുട്ടി പെട്ടെന്നുള്ള ഇതിനെന്താണ് കാരണം എന്ന് വെച്ചാൽ ലിറ്റിൽ റേ എന്ന് പറഞ്ഞാൽ മോണ്ടിസറി ഒരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അനുഭവത്തിലൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് അവർ അവലംബിച്ചുകൊണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുട്ടി ഓടി വന്നിട്ട് ഇൻഡോ എന്ന് പറയുന്നത് ഞാൻ കുട്ടീനെ ഇൻഡോ എന്നാണ് വിളിക്കുന്നത്. ഇൻഡോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടിക്ക് ചെയ്യണം താല്പര്യമുള്ളത് കൊണ്ടാണ്. പിന്നെ അമ്മാമ്മ നേരെ ഈ ചപ്പാത്തി പോലത്തെ കൊച്ചിൻ്റെ കൈ കൊടുത്തു. കൊച്ചത് കൊണ്ട് അവിടെ ഇരുന്നിട്ട് ചപ്പാത്തി ചട്ടിലേക്ക് ഗോതമ്പ് പൊടി വാരിയിട്ടിട്ട് ഒരു ഗോതമ്പിൻ്റെ ഒരു ഉരുളയെടുത്ത് വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി, അതായത് നമ്മൾ വലിയൊരു ചെയ്യുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉരുട്ടി ഏതാണ്ട് ഒരു ഷേപ്പൊക്കെ ആക്കി. അതായത് ഞങ്ങൾ പഠിച്ചത് അത് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ മേശപ്പുറത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മേശപ്പുറത്ത് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അടുക്കളയിൽ പോയിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ തുടച്ചിടും. അങ്ങനെ നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമാക്കി അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് വളരെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുട്ടി ഏകദേശം ഈ പറഞ്ഞ ശരിയായ ഒരു കിരണം തന്നെ, ഒരു പ്രകാശമായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. നിലവിൽ എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നില്ല. അതായത് കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ് ജോലി. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അവരിപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങിന് വളരെ ഗുണം ചെയ്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ മറ്റുള്ള കുട്ടികളായിട്ട് ഇടപഴകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഫസ്റ്റ് തന്നെ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കൂട്ടുകാരായിട്ട് വിളിച്ചത് അവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മോണ്ടിസറി എന്ന് പറഞ്ഞ ഒരു പാഠ്യപദ്ധതി ശരിക്കും 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടികൾക്കാണ് വളരെ എഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലും ചേർക്കാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മോണ്ടിസറി, അതായത് നമ്മുടെ ഈ ഇപ്പോൾ ഇത് ചെമ്പൂക്കിൽ കാക്കനാടുള്ള സ്ഥലമാണ്. അവിടെ ആണ് എൻ്റെ കുട്ടി പഠിച്ചത്. അത് വളരെ എനിക്ക് സ്വയം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാൻ നല്ല രീതിയിൽ ഗുണമുണ്ടാവും. വീടിൻ്റെ അടിത്തറ നന്നായി വീട് നന്നാവും. അതാണ് ഒരു കാലത്ത് അത് പൊടിഞ്ഞു വീഴ. അതുപോലെ തന്നെ അടിത്തറ ഇവിടെ നിന്ന് നന്നായിട്ട് കിട്ടും എന്നുള്ള എൻ്റെ ഉറപ്പാണ്. ഞാൻ അനുഭവസ്ഥനാണ്. ഓക്കെ, താങ്ക്സ്.